ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശുൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാം അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അവയുടെ ഉത്തരങ്ങളുമാണ് കേട്ടോ. മക്കൾ എല്ലാവരും റെഡിയാണോ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്? അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ മക്കളെ? അതിന് മുന്നേയായിട്ട് മിസ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. നോക്കിക്കേ, ഇവിടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലൊരു സ്പേസ് ഫിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അവിടെ ഒന്നുമില്ല മക്കളെ, അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഈ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് തെറ്റാതെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ദെൻ നോക്കിക്കേ, നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിന്റെ പേര്, സ്കൂളിന്റെ മുഴുവൻ പേരും എന്ത് ചെയ്യുക? തെറ്റാതെ എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. മക്കളുടെ പേരും എഴുതാൻ പഠിക്കണം, അതുപോലെ തന്നെ സ്കൂളിന്റെ പേരും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് പഠിക്കുക. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് ഡിവിഷൻ ഏതാണ് എന്ന് എഴുതാനാണ് കേട്ടോ. എ ഡിവിഷനോ ബി ഡിവിഷനോ ഒക്കെ ഉള്ള കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ ഏതാ എന്നുള്ളതും എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? പിന്നീടുള്ള 2 കാര്യങ്ങൾ മക്കള് എഴുതേണ്ട ആവശ്യമില്ല. അത് സൈൻ ഇടാനാണ് നിങ്ങളുടെ ടീച്ചർമാരും പാരന്റ്സും ഒക്കെ ചെയ്യേണ്ട സെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നിങ്ങളുടെ പേര് തെറ്റാതെ എഴുതാൻ പഠിക്കണം, ഇംഗ്ലീഷിൽ പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേരും തെറ്റാതെ എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ കൂട്ടുകാർക്കായിട്ട് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കിക്കേ, ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു എന്നതാണ്. അവിടെ കൂട്ടുകാർക്ക് ഓരോരോ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് മക്കൾ എന്ത് ചെയ്യാന്? ഒന്നെങ്കിൽ കളർ ചെയ്യാൻ, അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും നിർദ്ദേശം, അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഇതാണ് മക്കളെ, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദി സ്മോൾ കാർ. എന്താ മക്കളെ പറഞ്ഞത്? ഡ്രോ എ സർക്കിൾ. എന്താണ്? ഡ്രോ എ സർക്കിൾ. ഒരു സർക്കിൾ വരയ്ക്കണം അല്ലെ? എന്തിനു ചുറ്റുമാണ് വരയ്ക്കേണ്ടത്? അറൗണ്ട് ദി സ്മോൾ കാർ. ഇവിടെ നമുക്ക് 2 കാർ തന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ ഏതാ മക്കളെ സ്മോൾ കാർ? നമ്മൾ പഠിച്ചതല്ലേ ബിഗ് ഏതാ സ്മോൾ ഏതാ എന്ന് പഠിച്ചതല്ലേ? ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ മക്കൾ പറഞ്ഞ ഏതാണ്? ചെറുതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്മോൾ എന്ന് പറയുന്നത്. അപ്പൊ മക്കള് പറഞ്ഞേ, ഇവിടെ 2 കാർസിന്റെ പിക്ചർ ഉണ്ട് അല്ലെ? അതിൽ ഏതാ മക്കളെ സ്മോൾ ഏതാണ്? സ്മോൾ കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മക്കളെ? ഈ ഫസ്റ്റ് വൺ തന്നതല്ലേ സ്മോള്. ഓക്കെ, ഇത് ഏതാണ് മക്കളെ? അത് ബിഗ് കാർ ആണ്. ഇതാണ് ഏത്? സ്മോൾ. SMALL സ്മോൾ. ബിഗ് BIG ബിഗ്. ഓക്കെ, അപ്പൊ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ബിഗ് ഏതാ സ്മോൾ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്നിലേക്ക് പോവാം. നോക്കിക്കേ, ഗിവ് കളർ ടു 5 ബോൾസ്. എന്താ മക്കളെ പറഞ്ഞത്? ഗിവ് കളർ ടു 5 ബോൾസ്. അവിടെ മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ എക്സാമിനും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് എക്സാമിന് പോകുമ്പോൾ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കളർ പെൻസിൽ കൊണ്ടുപോകണം. ഓക്കെ, അല്ലെങ്കിൽ ക്രയോൺസ് മക്കൾ എന്ത് ചെയ്യാം? കൊണ്ടുപോവാം. ഓക്കെ, നമുക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും കളർ ചെയ്യാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മളോട് പറഞ്ഞ നിർദ്ദേശം എന്താണ്? ഗിവ് കളർ ടു 5 ബോൾസ്. എത്ര ബോൾക്കാ മക്കളെ? 5 ബോൾസിന് 5 ബോൾസിന് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്?
കളർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് അവിടെ ചിത്രം നന്ന് കണ്ടോ? അവിടെ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന്റെ കുറേ ബോൾസും അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 ബോളിന് മക്കൾക്ക് കളർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, മിസ് ഇപ്പൊ എന്ത് ചെയ്തു? ഒന്ന് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മിസ് പറഞ്ഞല്ലോ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പൊ മിസ് എന്ത് ചെയ്യാം? കളർ കൊടുക്കാം. മക്കള് കൗണ്ട് ചെയ്യണേ 5 ആയോ എന്നുള്ളത്. ഓക്കെ, കൗണ്ട് ചെയ്തേ മക്കളെ. 1 2 അടുത്ത് കൊടുത്ത എത്രയാ മക്കളെ? 3 ആയില്ലേ? 3 4 5 എത്രയാ മക്കളെ? എത്ര എണ്ണത്തിനാ മിസ് കളർ കൊടുത്തിട്ടുള്ളത്? ഒന്നുകൂടി കൗണ്ട് ചെയ്ത മക്കളെ. 5 ആണ് പറഞ്ഞിട്ടുള്ളത്. 5 എണ്ണത്തിനാണ് അല്ലെ. ഇവിടെ 1 2 3 4 5. അപ്പൊ 5 ബോൾസിന് മിസ് എന്ത് ചെയ്തു? കളർ ചെയ്തു. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? മിസ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് എക്സാമുകളിൽ വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇംഗ്ലീഷ് എക്സാം പൊതുവെ നമ്മൾ കണ്ടുവരാറുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗിവ് റെഡ് കളർ ടു ദി ബൈസിക്കിൾ. ഇവിടെ നമുക്കൊരു ബൈസിക്കിൾ തന്നത് കണ്ടോ മക്കളെ? ബൈസിക്കിളിന് എന്ത് കൊടുക്കണം? കളർ കൊടുക്കണം. ഏത് കളറാണ് കൊടുക്കാൻ പറഞ്ഞത്? റെഡ് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? റെഡ് കളറാ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? കളർ ചെയ്യാൻ ഇഷ്ടമല്ലേ? അതാണ് മിസ് നേരത്തെ പറഞ്ഞത്. നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? കളർ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് മിസ് ഇപ്പൊ റഫ് ആയിട്ട് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചിത്രങ്ങളിൽ കളർ ചെയ്യാൻ പറ്റും പറയുന്ന സമയത്ത് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക? കളേഴ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിസ് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് കളറാ മക്കളെ നമ്മളടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? റെഡ് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് ഇതാ ഇവിടെ ഇതിന്റെ ഹാൻഡിലിനും അതുപോലെ തന്നെ ഇതിന്റെ സീറ്റിനൊക്കെ എന്ത് ചെയ്തു? റെഡ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ കൊടുക്കാം. ടയറിന് നമുക്ക് ഏത് കളർ കൊടുക്കാം മക്കളെ? ടയറിന് ഏത് കളറാ വേണ്ടത്? ടയറിന് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കളർ കൊടുക്കാം അല്ലെ. വേണമെങ്കിൽ ഉള്ളിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ കൊടുക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഏത് കളറാണ് നമുക്ക് ടയറിന് കൊടുക്കാനായിട്ട് പറ്റുക? യെസ്, ബ്ലാക്ക് കളർ ആണല്ലേ. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ റെഡ് എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? ചുവപ്പാണ് കളർ എന്നുള്ളത് മക്കൾക്ക് ഓർമ്മ വേണം. നമ്മൾ പഠിച്ചതല്ലേ മക്കളെ? റെഡ് കാറും ബ്ലൂ ബസ്സും ഒക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? കളേഴ്സ് മനസ്സിലാക്കി വെക്കണം. എങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടയറിന് ബ്ലാക്ക് കളർ മിസ് കൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ ഏത് കളർ കൊടുത്തു മക്കളെ? റെഡ് കളർ കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ബൈസിക്കിളിന്റെ കളർ ഏതായിട്ട് മാറി മക്കളെ? റെഡ് കളറായിട്ട് മാറി. സിമ്പിൾ അല്ലേ മക്കളെ? ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, കളർ ദി ജീപ്പ്. നോക്കിക്കേ മക്കൾക്ക് അവിടെ കുറെ വെഹിക്കിൾസ് തന്നിട്ടുണ്ട്. ആ വെഹിക്കിൾസില് ജീപ്പ് ഏതാ എന്ന് കണ്ടെത്തിയിട്ട് ജീപ്പിന് മാത്രം കളർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അവിടെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാട്ടോ. ഏത് കളർ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ്. നമ്മളോട് ഇന്ന കളർ എന്നത് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? കളർ ദി ജീപ്പ്. ജീപ്പിന് കളർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഏതാ മക്കളെ ജീപ്പ്? ഇതില് ഇതാ ഈ കാണുന്നതാണ് ജീപ്പ്. ഓക്കെ, അതാണ് എന്താ? ജീപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കാറൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ജീപ്പിനല്ലേ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കളർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് എന്ത് ചെയ്തു? ഈ ഒരു കളർ സെലക്ട് ചെയ്തു കേട്ടോ. ഈ കളർ സെലക്ട് ചെയ്തു. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളർ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ എന്ത് ചെയ്തു? മിസ് ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇനി മിസ് സെലക്ട് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇനി മിസ് സെലക്ട് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അതിന്റെ ടയറിനൊക്കെ നമുക്ക് ഏത് കളർ കൊടുക്കാം മക്കളെ?
ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പൊ ടയറിനൊക്കെ മിസ് എന്ത് ചെയ്യാണ്, ബ്ലാക്ക് കളർ കൊടുക്കുകയാണേ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്തു മിസ്, ബ്ലാക്ക് കളർ. ഇവിടെ നമുക്ക് ടോപ്പിലും എന്ത് ചെയ്യാം, ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്ത് ചെയ്തു, നമ്മള് അവിടെ തന്നിട്ടുള്ള വെഹിക്കിൾസിൽ ജീപ്പ് ഏതാന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്തു. സിമ്പിൾ അല്ലേ മക്കളെ? ഇതുപോലുള്ള ആക്ടിവിറ്റീസ് വന്ന മക്കൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യല്ലോ. മിസ് കൊടുത്ത പോലെ ഒന്നും കൊടുക്കരുത്. മക്കൾ കളർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ കളർ ചെയ്യുക കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഡ്രോ എ സർക്കിൾ അറൌണ്ട് ദി റാബിറ്റ്. നമുക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ചിത്രത്തിൽ ആരൊക്കെയുണ്ട് മക്കളെ? വലിയൊരു ട്രീ കാണാം. പിന്നെ ആരൊക്കെയാണുള്ളത് മക്കളെ? ഇതാണ് നമ്മുടെ മങ്കി. ആരാണ്? മങ്കി ഉണ്ട്. ഇതാരായിരുന്നു മക്കളെ? നമ്മുടെ മൗസ് ആണല്ലേ, റാറ്റ് എന്നും പറയും. ഇതാരാണ് മക്കളെ? റാബിറ്റ്. ആരാണ്? റാബിറ്റ്. നമ്മളോട് എന്താ പറഞ്ഞത്? ഡ്രോ എ സർക്കിൾ അറൌണ്ട് ദി റാബിറ്റ്. ഡ്രോ എ സർക്കിൾ അറൌണ്ട് ദി റാബിറ്റ്. ഈ റാബിറ്റിന് ചുറ്റും എന്ത് ചെയ്യാനാ മക്കളെ പറഞ്ഞത്? ഒരു സർക്കിൾ വരയ്ക്കാൻ. ഓക്കെ അല്ല മക്കളെ? നമ്മള് റാബിറ്റിന് ചുറ്റും എന്ത് വരച്ചു? സർക്കിൾ വരച്ചു. ഓക്കെ അല്ലേ? റാബിറ്റിനെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ? നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ? ആരൊക്കെയായിരുന്നു? എലഫന്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ കൃത്യമായിട്ട് ചെയ്ത മക്കൾക്ക് 5 മാർക്ക്, അതായത് ആ ഒരു പ്രവർത്തനത്തിന് A ഗ്രേഡ് മേടിക്കാനായിട്ട് പറ്റും. മേടിക്കില്ല മക്കളെ? അപ്പൊ കളർ പെൻസിൽ മറക്കരുത്, നിർബന്ധമായിട്ടും കൊണ്ടുപോവാ കേട്ടോ. ഇനി മക്കളെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു സെഡ് ദിസ്? ജോയിൻ ദി ഡയലോഗ്സ് കറക്റ്റ്ലി. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിലെ കുറച്ച് ഡയലോഗ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അത് പറഞ്ഞത് എന്നുള്ളത് ചിത്രമായിട്ട് നമുക്ക് അടുത്ത സൈഡിലും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ആരാ എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അതിലോട്ട് വരച്ചു ചേർക്കാനാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ബസ് ഉണ്ട്. ഇതാരാ മക്കളെ? നമ്മുടെ പോളിയുടെ കുഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ പോലീസ് മാൻ ഉണ്ട്, നമ്മുടെ കാർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ പാരറ്റ് ഉണ്ട് അല്ലെ? ഓക്കെ അല്ലേ മക്കളെ? അതായത് ചിക്കു ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഡയലോഗ് അല്ലേ നോക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ മിസ് വായിക്കാം. ഐ ഹാവ് എ ബിഗ് ബീക്ക്. ഐ ഹാവ് എ ബിഗ് ബീക്ക്. ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എനിക്ക് എന്തുണ്ട്? വലിയൊരു കൊക്കുണ്ട്. ആരായിരിക്കും മക്കളെ പറയാ? ബസ് ആണോ അല്ലെങ്കിൽ ഇയാളാണോ പറയാ? ആരാ പറയാ? ആർക്കാ വലിയ ബീക്ക് ഉള്ളത്? യെസ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് സെക്കൻഡ് വൺ നോക്കിക്കേ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താ മക്കളെ പറഞ്ഞത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? യെസ്, നമ്മുടെ പോലീസ് ഓഫീസർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലേ മക്കളെ? ഇനി അടുത്ത നോക്കിക്കേ. ഐ ഹാവ് എ ഹോൺ. എന്താ പറഞ്ഞത്? ഐ ഹാവ് എ ഹോൺ. ആരായിരുന്നു മക്കളെ അത് പറഞ്ഞത്? എനിക്കൊരു ഹോൺ ഉണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ ബ്ലൂ ബസ്. ആരാണ്? ബ്ലൂ ബസ് ആണ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിക്കേ. ഐ ആം ഔട്ട്. എന്താണ്? ഐ ആം ഔട്ട്. ആരായിരുന്നു മക്കളെ ഐ ആം ഔട്ട് എന്ന് പറഞ്ഞ എഗ് പൊട്ടിച്ച് പുറത്തു വന്ന ആളായിരുന്നു? നമ്മുടെ പോളിയുടെ ചിക്കായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എങ്ങോട്ട് വരയ്ക്കണം? ചിക്കിലോട്ട് വേണം വരയ്ക്കാനായിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത നോക്കിക്കേ. ഹോ മൈ ലൈറ്റ്. ആരായിരുന്നു മക്കളെ അങ്ങനെ പറഞ്ഞത്? ഹോ മൈ ലൈറ്റ്. ആരായിരുന്നു പറഞ്ഞത്? നമ്മുടെ കാർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ റെഡ് കാർ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഡയലോഗ്? ഐ ഹാവ് എ ബിഗ് ബീക്ക്. നമുക്ക് ഒരിക്കൽ കൂടി മാച്ച് ചെയ്യാം അല്ലെ? മിസ് ഒരിക്കൽ കൂടി മാച്ച് ചെയ്യാം. ഐ ഹാവ് എ ബിഗ് ബീക്ക്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. I have a horn. I am out. Oh my light. കണ്ടോ മക്കളെ? അപ്പൊ ഇതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? കൂട്ടുകാർ ഓരോ ചിത്രവും അതിന്റെ ഡയലോഗ്സ് നോക്കിയിട്ട് മാച്ച് ചെയ്യേണ്ടത്. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യനും വായിച്ച് മനസ്സിലാക്കിയിട്ട് മക്കൾക്ക് സ്വയം ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഇന്നത്തെ പ്രവർത്തനത്തിൽ നമുക്ക് ജസ്റ്റ് വരയ്ക്കാനും മാച്ച് ചെയ്യാനും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യും? കൂടുതൽ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ട് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം.